പാകിസ്ഥാനികൾ നമ്മുടെ മാതൃരാജ്യത്തോട് ചെയ്ത ക്രൂരതകൾ നമ്മൾ മറന്നിട്ടില്ല, അതൊരിക്കലും മറക്കാൻ സാധിക്കുകയുമില്ല. പറഞ്ഞു വരുന്നത് പാകിസ്ഥാനികളെ ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെക്കുറിച്ചാണ്. പ്രധാനമായും അറബ് രാജ്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനെ അല്ലെങ്കിൽ പാകിസ്ഥാനികളെ തലവേദനയായിട്ടാണ് കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗദി അറേബ്യ നേരത്തെ തന്നെ പാകിസ്ഥാനും പാകിസ്ഥാനികൾക്കുമെതിരെ ചില വിലക്കുകൾ കൊണ്ടുവന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ഒരു പൊതുശല്യമായി തങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ തീർത്ഥാടകരായി സൗദിയിൽ എത്തുകയും പിന്നീട് തിരിച്ചു പോകാതെ അവിടെ ഭിക്ഷാടനത്തിന് ഇറങ്ങുകയും ഭിക്ഷാടനത്തിലൂടെ പണം കണ്ടെത്താൻ ഇവർ ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നീട് പല ലഹരി കേസുകളിലും ഇവർ പിടിക്കപ്പെടുന്നു. മറ്റ് ക്രൂരകൃത്യങ്ങളിലേക്ക്, കൊലപാതക കേസുകളിലൊക്കെ തന്നെ പാകിസ്ഥാനികൾ ഉൾപ്പെടുകയും ചെയ്യുന്നു. അവർക്കെതിരെ കർശന നടപടികൾ ആ രാജ്യം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സൗദിക്ക് തന്നെ ഇവരെ വേണ്ടാതെ ആവുകയും അത്തരത്തിൽ പാകിസ്ഥാനികൾക്ക് പലതരത്തിലുള്ള വിലക്കുകളും സൗദി നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാണ് പാകിസ്ഥാനികൾ എന്നാണ് സൗദി അറേബ്യ പറഞ്ഞത്. ഇപ്പോഴിതാ അബുദാബിയും സൗദി അറേബ്യയ്ക്ക് പിന്നാലെ അബുദാബിയും പാകിസ്ഥാനികൾക്ക് മുന്നറിയിപ്പുമായി അല്ലെങ്കിൽ വിലക്കുമായി എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പൗരന്മാർ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് അബുദാബി പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഉണ്ടാക്കുന്നത് പാകിസ്ഥാനികളാണ്. ഇവർ തൊഴിൽ തേടി പോവുകയും പിന്നീട് അവിടെ തൊഴിൽ എടുക്കാതെ ഇത്തരത്തിൽ ഭിക്ഷാടന പ്രക്രിയകളിലേക്ക് കടക്കുകയും ഭിക്ഷാടനത്തിലൂടെ പണം സമ്പാദിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത്തരം കർശനമായ നിയമങ്ങളുണ്ടായിട്ട് പോലും അതൊന്നും പാലിക്കാതെ ഇവർ ആ രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നാണ് അബുദാബി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിയമം കർശനമാക്കാനാണ് അബുദാബി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മുതൽ സ്വദേശത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പാകിസ്ഥാനിക്ക് അബുദാബിയിലേക്ക് പോവാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ തന്നെ നിലവിൽ 30ഓളം പാകിസ്ഥാൻ നഗരങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അബുദാബി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിലെ 30 നഗരങ്ങളിൽ നിന്നുള്ള പൗരന്മാർ അങ്ങോട്ടേക്ക് വരണ്ട എന്ന് നേരത്തെ തന്നെ അബുദാബി തീരുമാനിച്ചതുമാണ്. മാത്രമല്ല പാകിസ്ഥാനും ഇതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. 4300ഓളം പൗരന്മാർ ഇത്തരത്തിൽ ഭിക്ഷാടനം ചെയ്യാനായി അബുദാബിയിലേക്ക് പോകുന്ന 430ഓളം പേരെ ഈ ഒരു വർഷം മാത്രം തങ്ങൾ തടഞ്ഞിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അബുദാബിയുടെ ഈ ഒരു വിലക്ക് അത് കൃത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.